ഗൾഫിലെ ജോലി കണ്ടോണ്ടൊന്നുമല്ല ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്. പോന്നെങ്കിൽ പോട്ടോ. ഈ ജോലി ഇല്ലെങ്കിലും താൻ പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. പേടിക്കണ്ട. എന്തു പറ്റി? എന്താ പ്രശ്നം? ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. എന്റെ ജോലി പോയി. നന്നായി അല്ലേ? ഇനിയിപ്പോ സാമ്പാറും മാമ്പഴപ്പുളിശ്ശേരിക്കായിട്ട് സുഖമായിട്ട് ഇവിടെ കൂടാം. എന്താ ചാപ്പാട് അവസാനെങ്കിലും ദഹിക്കാതെ ഒന്നുമില്ലല്ലോ. നീ കരയണ്ട, ഇതെല്ലാം അച്ഛന്റെ വിധി. സ്ഥലത്തിന്റെ കാര്യം സന്തോഷം എഴുതിയോ? പൈസയുടെ കാര്യം? ഏയ് അത് വേണ്ട. ജോലി തീർക്കേണ്ട ടെൻഷൻ ആക്കണ്ട. കത്ത് കിട്ടിയ ഉടനെ ഇവിടെ വരെ ഒന്ന് വരാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങോട്ടാ? ഞങ്ങൾ ഇറങ്ങാം. എങ്ങോട്ട്? ഒരു വീട് ശരിയായിട്ടുണ്ട്. രണ്ടാനമ്മയുടെ തല്ലും കൊട്ടും പേടിച്ച് ചെറുപ്പത്തിലെ വീട് വിട്ടിറങ്ങിയതാ. വായിക്ക് രുചിയായിട്ട് ആദ്യമായിട്ട് ചാപ്പാട് കഴിക്കുന്നത് അമ്മയുടെ കൈയുണ്ടാ. എരിവും പുളിയൊക്കെ നാക്കിന് പിടിച്ചോണ്ടായിരിക്കും ഇത്തിരി വാശിയും വൈരാഗ്യമൊക്കെ തോന്നുന്നത്. ആരുടെ ഓസിന് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നല്. ഞാനതൊന്നും കാര്യമായിട്ട് പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വഴക്കുണ്ടാക്കിയിട്ടൊന്നുമല്ല. സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാ. അച്ഛനും അമ്മയും ഇടയ്ക്ക് വീട്ടിൽ വരണം. വരട്ടെ. അപ്പോഴേ എത്രയും വേഗം വീട് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെത്രയായി? ഞങ്ങളുടെ വീടിന്റെ പണി. അതൊന്നും എനിക്ക് കേൾക്കണ്ട. കൃത്യമായിട്ടൊരു ദിവസം പറയണം. പലരും വന്ന് വീട് ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് സമാധാനം പറയണ്ടേ? ഒരു 10 ദിവസം കൂട്ടി പറഞ്ഞോ. പക്ഷെ പറഞ്ഞ ദിവസം ഇറങ്ങിത്തരണം. ഇന്നേക്ക് 90-ാം ദിവസം ഞാൻ ഇറങ്ങിയിരിക്കും. വാക്കാണോ? വാക്കാണ്. ഇല്ലെങ്കിലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എനിക്ക് പിടിച്ചിറക്കേണ്ടി വരും. അതിനുള്ള ഇടവരുത്തരുത്. ഇട്ടിച്ച മുതലാളിയോട് തന്നെ കുറെ രൂപ ചോദിച്ചാലോ? ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ആളല്ലേ? അതൊന്നും ശരിയാവില്ല. മേടിച്ച കടം തന്നെ ഓടി തീർത്തിട്ടില്ല. ഇനി ഓരോ ദിവസം കഴിയും തോറും നെഞ്ചില് തീയ. 90 ദിവസം എന്നല്ലേ അവരോട് പറഞ്ഞത്? നാട്ടുകാരെ വിളിച്ചു കൂട്ടി പിടിച്ചിറക്കുകയോ മറ്റോ ചെയ്ത തൽക്കാലം ആരോടെങ്കിലും പലിശക്ക് എടുക്കാം. കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് ഇതങ്ങോട്ട് വെച്ചേ. അത് മറന്നുപോയി. തറക്കല്ലിടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പോരാട്ടോ. വെറുതെ ഒരു ചടങ്ങ് അല്ലാതെന്താ? അതാ ചടങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ചെലവ് വേണല്ലോ. അതൊക്കെ നടത്താടോ. ആദ്യം 4 കാലയിൽ കൂരയൊന്ന് കുത്തിപ്പൊക്കിക്കോട്ടെ. എടെ പിടിയുന്ന പണി തീർക്കുന്ന കാര്യം ഞാനേറ്റു. സമയത്തിന് സാധനങ്ങൾ എത്തിച്ചെന്നാ മതി. അതെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വരാതെ എന്തായിരുന്നു ഇത്ര പണി? വെറുതെ സൂപ്പർവൈസിങ്. നമ്മുടെ കണ്ണി എന്നില്ലെങ്കിലേ അവന്മാര് കള്ളപ്പണി എടുക്കും. ചോറൊന്ന് വാരിത്തരാവോ? വയസ്സുകാലത്തോരോ കൊഞ്ചല്. അല്ല, എന്റെ കൈ പാടില്ല. എന്തേ? കുഴിനഖം. നഖത്തില് ചുളിചുളാന്നൊരു വേദന. നാരങ്ങ വെച്ചാൽ മാറുമെന്ന് മേശരി പറഞ്ഞു. കാലത്തുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയതാ. നോക്കട്ടെ. അങ്ങനെ ഊരിൽ നിന്ന് മേശരി പ്രത്യേകം പറഞ്ഞിട്ടുള്ള നടുവരിലല്ലേ വെച്ചിരുന്നേ? ആയിരുന്നോ? ശരി. കൈ നീട്ടിയ നോക്കട്ടെ. ഇങ്ങോട്ട് കാണിക്കാൻ. വേണ്ടത് ഊരല്ലേ? ഇങ്ങോട്ട് കാണിക്കാൻ. അയ്യോ, പണിക്കാര് കുറവായിരുന്നു.
ആയിരുന്നുകൊണ്ട്. എന്നോട് എന്തിനാ ഇതൊക്കെ മറയ്ക്കുന്നേ? ഇന്ന് പണിക്ക് ഒരാൾ കൂടി ഉണ്ട്. വേണ്ട വേണ്ട, മേശരി ഉൾപ്പെടെ 4 ആൾ മതി ഞാൻ പറഞ്ഞല്ലേ. 2 ആളുടെ പണിക്ക് ഞാനുണ്ടല്ലോ. ഇയാൾക്ക് കൂലി കൊടുക്കണ്ട. കൂലി കൊടുക്കണ്ടേ? വേണ്ട. ആളാരാ? ദേ ആ ഷെഡിലുണ്ട്. എന്ത്? ആര്? അല്ല, ഇന്നൊരാളുടെ പണിക്കുണ്ടെന്ന് മേശരി പറഞ്ഞു. അതേ, അതൊരു പെണ്ണ്. ആളെവിടെ? ദേ, ഇതേ സ്വപ്നം കട്ടിയാണ് കേട്ടോ. എന്താ സാറേ? ബില്ല്. വിഷുവൊക്കെ അല്ലേ സാറേ? ആ, അപ്പൊ വിഷുക്കത്തിയാണല്ലേ. എന്നാ എല്ലാം എടുത്തോ. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. ഇത്തവണ വിഷു ரொம்ப കേമം പോലെ இருக்கே. സന്തോഷിന്റെ കത്ത് വന്നിരുന്നേ. அப்படியா? அங்க என்ன പണി? അവരോട് വലിയ പോസ്റ്റിലാ. ഓഫീസിൽ പോകാനും വരാനും കാറുണ്ടത്രേ. പിന്നെ താമസിക്കാൻ പ്രത്യേകം ബംഗ്ലാവും. മാധവേട്ടന്റെ ഭാഗ്യം. അതെ അതെ. ഇനി വണ്ടി ഓടിക്കാൻ പോകും നിർത്തിക്കൂടെ? മരിക്കുന്നവരെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ആഗ്രഹം. അതല്ല, മക്കളൊക്കെ ഒരു പൊസിഷൻ ആകുമ്പോ അവരെ സ്റ്റാറ്റസ് നോക്കണ്ടേ? KRCയുടെ മരുമകന്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോ. ആരുടെ മരുമോനായാലും അവൻ എന്റെ മോനല്ലേ. നന്നാവട്ടെ. അത്യാവശ്യത്തിന് 10 രൂപ വായ്പയെങ്കിലും ചോദിക്കാമല്ലോ. വായി മുണ്ടടി. എന്തായാലും ഇനിയിപ്പോ ആ വീട്ടിൽ ഞങ്ങൾ അധികം നാളില്ലല്ലോ. മേക്കൂരുടെ പണി തീർന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് മാറാൻ പോവാണ്. സത്യം പറഞ്ഞാ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലെ അവസാനത്തെ വിഷയമായത്. അപ്പൊ ആഘോഷമായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം ദൈവം നടത്തും. വരട്ടെ. കൈ കൊണ്ട് വാരിയിടാതെ അത് പൊടിഞ്ഞു പോകും. 5 കിലോ വാഴയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്രയുള്ളോ? ആ, പിന്നല്ലാതെ. എന്നാലും കിലോയ്ക്ക് 8 രൂപ എന്ന് പറഞ്ഞാ കഷ്ടം തന്നെ. അമ്മയ്ക്ക് തോന്നുന്നതാ. ഈ വിലയ്ക്ക് മനുഷ്യരവിടെ ഇടിയാ. അത് മൂടി വെക്കാൻ. ദേ അച്ഛൻ എവിടെ? അവൻ ഓ, എന്തേ? 2 ട്രെയിൻ വന്നു, 2ലും ഇല്ല. ശരിക്കും നോക്കിയോ? എന്റെ കണ്ണിന് അത്രയ്ക്ക് കാഴ്ചക്കുറവൊന്നും ആയിട്ടില്ല. കേട്ടോച്ചാ, അവനെ കൽക്കട്ടയിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ഒക്കെ കഴിച്ചിട്ടേ അമ്മയെ പോലൊരു ഗുണ്ടുമണിയായി കാണും. അതായിരിക്കും അച്ഛന് തിരിച്ചറിയാത്ത. ഓടി അവിടുന്ന്. എന്റെ മക്കൾ 7 മൈൽ അകലെ നിന്നാലും നടപ്പ് കണ്ടാ എനിക്കറിയാം. ചിലപ്പോ ഇരിക്കുകയായിരുന്നെങ്കിലോ? ഇരിക്കുകയാണെങ്കിൽ കൊന്നുകളയുന്നു ഞാൻ. ഇനി ഇപ്പൊ എന്തായാലും ഉച്ചയൂണിന് അവൻ എത്തുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കേ. ഇനിയിപ്പൊ അവനോട് വരട്ടെ, അല്ല അവന് വിഷമാകും. കൃത്യം 12 മണിക്ക് തന്നെ ഊണ് കഴിച്ചോളൂ നിയമമൊന്നും ഇല്ലല്ലോ. 3 മണിക്ക് ഒരു പരശുരാം എക്സ്പ്രസ് വരാനുണ്ട്, അവിടെ നോക്കാം. ആരായി ഉണ്ണിയപ്പം ഉണ്ടാക്കിയ? ഞാനാ. എങ്ങനെയുണ്ട്? തീരെ നന്നായിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ ഇരിക്കുന്നു. ഓടി ഉണ്ണിയപ്പി. നീ ആ മുതലാളിയുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ അവിടെ വല്ലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നെ കൊണ്ട് മേലമ്മേ, അയാൾ എന്തെങ്കിലും വഴക്ക് പറയും. ഏയ്, വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാ മതി. പൊന്നിട്ടുചാന്റെ കടയിലെ 2 രൂപയാ ലോക്കൽ കോള് വിളിക്കാൻ. ഓ, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2 രൂപ അങ്ങോട്ട് ഇടടി, പിന്നെ തരാം. നോക്കട്ടെ. എന്തായി? എപ്പോഴാ വരണേന്ന് പറഞ്ഞു? ചോദിച്ചത് കേട്ടില്ലേ? അവൻ എപ്പോഴേ വന്നു കഴിഞ്ഞമ്മേ. വന്നു? ആ, പ്ലെയിനിലാ വന്നെന്ന്. അമ്മ ഇങ്ങോട്ടാ? അച്ഛൻ വന്നാ ഈ കാര്യമൊന്നും പറയണ്ട. ഊണ് വിളമ്പി കൊടുത്തേക്ക്. അമ്മ അവനെ കാണാൻ പോവാ. സന്ധ്യയാകാറായമ്മേ. ഈ നേരത്ത് ഞാൻ ഉടനെ വന്നേക്കാം.
അമ്മ എന്താ ഇവിടെ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ദീപയുടെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനാ ഈ വേഷത്തില് കാക്കാലത്തിയെ പോലെ? വെളുപ്പാങ്കാലം മുതല് പൊന്നാരമോൻ വരുന്നത് നോക്കി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകിടക്കുക അച്ഛൻ. ഞാൻ പ്ലെയിനിലാ വന്നത്. ഓ, പറന്നാണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. ദീപയുടെ അച്ഛന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് പെരുമാറാതിരിക്കാൻ ഒക്കുവോ? അച്ഛനെ പോലെ ഞാനും ഉത്തരവാദിത്തം തെണ്ടി അടക്കണമെന്നാണോ? വിസ്തരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വലിയ വീട്ടിലെ മരുമകനായപ്പോ നിനക്ക് ഞാൻ കാക്കാലത്തിയായി, അച്ഛൻ തെണ്ടിയായി അല്ലേടാ? അങ്ങനെ തെണ്ടിട്ടാ നീയൊക്കെ ഇത്രയായത്. ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മയ്ക്കറിയോ, ദീപയുടെ അച്ഛൻ്റെ അടുത്ത് 25,000 ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആധാരം വെറുതെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി. ആധാരം കൊടുത്താലാണെങ്കിൽ 1000 പലിശക്കാരുണ്ടടാ ഈ നാട്ടില്. നന്ദി കെട്ടവനെ, ഞാൻ മരിച്ച എന്റെ ശവം കാണാൻ പോലും നീ വരരുത്. ഒന്ന് നിക്കണേ. നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. തന്ത വരുമെന്നാ കരുതിയത്. എന്റെ മോളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആളാ. അതിന്റെ വിഷമം അയാളൊന്ന് അറിയട്ടെ. ഇല്ലെങ്കിൽ KRCയുടെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെ അങ്ങ് ആയിപ്പോയി. പകരത്തിന് പകരമായി ചെന്ന് അയാളോട് പറഞ്ഞേരെ. താൻ ഈ സന്ധ്യക്ക് എവിടെ പോയതാ? എങ്ങോട്ടുമില്ല. സന്തോഷം എത്തിയില്ല. വൈകുന്നേരം ബൊക്കാറെന്നോ മറ്റോ പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്. അത് 4-5 മണിക്കൂർ ലേറ്റുവാ. ഇനി പാതിരാത്രിക്കെങ്ങാനും സ്റ്റേഷനിൽ വന്നിറങ്ങി അവൻ കിടന്ന് ചുറ്റുമെന്നാ എന്റെ പേടി. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, വന്നോളൂ. അച്ഛൻ ഊണ് കൊടുത്തോ? ഊണ് കഴിക്കാൻ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? നല്ലൊരു ദിവസമായിട്ട് താരം കൂടി ഇല്ല, പിന്നെ എങ്ങനെ അടുവും? എല്ലാരും എന്നും ഉണ്ടാവോ? തനിക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല മോളെ, ചോറെടുത്ത് വയ്ക്കേ. കാത്തിരുന്ന് വിശപ്പ് കിട്ടും. എനിക്ക് ഇത്തിരി കഞ്ഞോളം മതി. എന്താ മോളെ? ഇപ്പോ തലചുറ്റല് തോന്നുന്നുണ്ടോ? ഇപ്പൊ അസുഖമൊന്നും തോന്നണില്ല. ഞാൻ വീട്ടിൽ പൊയ്ക്കോട്ടെ? കൊണ്ടുപോണോ? പോകാമെങ്കിൽ ഓണേന് വിരോധമില്ല, പക്ഷെ വീട്ടിൽ പോയാലും റെസ്റ്റ് എടുക്കണം. ആ ബോഡി വളരെ വീക്കാ. പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം. ആ ഓവർ ടെൻഷനോ എക്സൈറ്റഡോ ഒന്നും ആകാൻ പാടില്ല. മരുന്ന് കുറിച്ച് തരാം, അത് മുടങ്ങാൻ കൊടുക്കണം. കൊടുക്കാം. ബോഡി വളരെ വീക്കാ. പ്രഷറിന് വേരിയേഷൻ ഉണ്ട്, സൂക്ഷിക്കണം.